ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ക്രിട്ടിക്കൽ ടെക് മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ തമ്പനിയിൽ പറഞ്ഞുള്ള ഇനിയും അടി തുടരുമോ നമ്മുടെ മാർക്കറ്റിൽ? നിഫ്റ്റി 25,050 വരുമോ? നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി ഇതിന്റെ വീക്ക്ലി റിവ്യൂ, പിന്നെ നമ്മുടെ മൺഡേയിലേക്ക് വേണ്ടിയുള്ള ഡെയിലി റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്കറിയാം, ഈ ആഴ്ച നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ വലിയ ഒരു ന്യൂസുകളൊന്നും നമ്മളെ മാർക്കറ്റിൽ വരാറുണ്ടോ? കഴിഞ്ഞ ആഴ്ച വലിയ ന്യൂസുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച വന്ന റിസൾട്ടുകൾ, എല്ലാ സ്റ്റോക്കിന്റെ റിസൾട്ടുകളും വളരെ രീതിയിൽ ബാഡായി വന്നത് കാരണമാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പൊ ഇൻഫോസിസ് റിസൾട്ട് ബാഡായി. റിസൾട്ടുകൾ ബാഡ് ആകുമ്പോൾ സ്റ്റോക്ക് അടിക്കുന്നു. എന്നാൽ ബാഡ് റിസൾട്ട് വന്ന HDFC ബാങ്കിന്റെ സ്റ്റോക്സ് ആണെങ്കിൽ കയറിപ്പോയി. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ റിലയൻസ് കൃത്യമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ വീക്കിലി പറഞ്ഞ പോലെ റിലയൻസ് റിസൾട്ട് ഒക്കെ നല്ല ബാഡ് ആയിരുന്നു. റിലയൻസ് അടിച്ചു. റിലയൻസ് കൃത്യമായിട്ട് 100-110 പോയിന്റ് റിലയൻസ് ഇറങ്ങി. ഹാപ്പിയാണ്. പക്ഷേ HDFC ബാങ്ക് റിസൾട്ട് വീക്കായിട്ട് കൂടി HDFC ബാങ്ക് കയറി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രൊജക്റ്റഡ് ആയ ഒരു വല്ലാത്തൊരു ഒരു നമ്മുടെ മാർക്കറ്റ് പോലെ ഇതിലെ നമ്മളെ ഈ മാനിപ്പുലേറ്റഡ് ആയ ഒരു മാർക്കറ്റ് രീതിയിലാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഈ ആഴ്ച നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അങ്ങനെ വലിയൊരു ന്യൂസുകളും നമ്മുടെ മാർക്കറ്റിൽ വരുന്ന കുറവാണ്. ദിസ് വീക്ക്, നെക്സ്റ്റ് വീക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വലിയൊരു ന്യൂസുകളൊന്നുമില്ല. സൺഡേയിൽ മൺഡേയിൽ നമ്മളെ യൂറോപ്പിന്റെ കുറച്ച് ഡേറ്റസ്, നമ്മുടെ ഇന്ത്യയുടെ ഇത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡേറ്റ വൈകിട്ട് 4 മണിക്ക് വരുന്നു. അത് ഡേറ്റ് നമുക്ക് വരുന്നുണ്ട്. അതിനുശേഷം വരുന്ന ചൊവ്വാഴ്ചയിൽ അമേരിക്കൻ മാർക്കറ്റിന്റെ വലിയ ഡേറ്റകളൊന്നും ഇല്ല. പക്ഷേ കൺസ്യൂമർ കോൺഫിഡൻസ് നോർമൽ യൂഷ്വലി എല്ലാ വീക്കിലും വരുന്ന ഒരു കാര്യം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്, അറ്റ്ലാന്റയുടെ ഫെഡറൽ GDP വരുന്നുണ്ട്, Q1 അത് വരുന്നുണ്ട്. പിന്നെ ബുധനാഴ്ച നിങ്ങൾ നോക്കുന്ന സമയത്ത് ബുധനാഴ്ചയിൽ വലിയ US മാർക്കറ്റ് നോൺ ഫാം എംപ്ലോയ്മെന്റ് GDP ഡേറ്റ, അതായത് യുഎസിന്റെ GDP ഡേറ്റകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ വരുന്ന ബുധനാഴ്ച വരുന്നുണ്ട്. വ്യാഴാഴ്ച നിങ്ങൾ നോക്കുന്ന സമയത്ത് വ്യാഴാഴ്ചയിൽ അങ്ങനെയുള്ള വലിയ ഡേറ്റകളൊന്നും നമ്മുടെ ഇന്ത്യ മാർക്കറ്റിലും ഇല്ല. അമേരിക്കൻ മാർക്കറ്റിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ്, അതായത് ഫെഡറലിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഡേറ്റ അത് റിലീസ് ആവുന്നുണ്ട്. പിന്നെ അമേരിക്കൻ മാർക്കറ്റിന്റെ കണ്ടിന്യൂസ് ജോബ്ലെസ് ക്ലെയിം, അങ്ങനെയുള്ള കുറച്ച് ഡേറ്റകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ത്യ മാർക്കറ്റിന് ബാധിക്കുന്ന ഡേറ്റകളിൽ ഇനി വരുന്നത് നമ്മളെ മാനുഫാക്ചറിങ് PMI വെള്ളിയാഴ്ച വരുന്നുണ്ട്. അതല്ലാതെ പിന്നെ വരുന്ന വൈകിട്ട് ബാങ്ക് ലോണിന്റെ ഗ്രോത്തും ഡെപ്പോസിറ്റ് ഗ്രോത്തും, അതന്നെ FX റിസർവും. ഇത് നമ്മൾ RBI ഡേറ്റയാണ്. അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും നമ്മുടെ ബാങ്കിന്റെ ഒരു സ്ട്രക്ചർ കൃത്യമായിട്ട് ഈ വരാവുന്ന വെള്ളിയാഴ്ചയിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ ന്യൂസുകളൊന്നുമില്ല. ബുധനാഴ്ച മാത്രം അമേരിക്കയിലെ GDP ന്യൂസ് ഉണ്ട്. പക്ഷെ അത് നമ്മുടെ അതേ രീതിയിൽ ബാധിക്കുന്ന കേസൊന്നും ഞാൻ കാണുന്നില്ല. സോ ഇത് പൊതുവെ ഒരു പ്രത്യേകമായ രീതിയിൽ പോകുന്നു. നമ്മൾ അടുത്ത ആഴ്ച നമ്മുടെ എക്സ്പയറി, മന്ത്ലി എക്സ്പയറി 31 ജൂലൈയുടെ മന്ത്ലി എക്സ്പയറിലേക്ക് നമ്മൾ കടക്കുന്നത് കൊണ്ട് നമ്മുടെ മാർക്കറ്റ് ആ ഒരു രീതിയിലേക്ക് ബിഹേവ് ചെയ്യാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണ്. നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ആഴ്ചത്തെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി എങ്ങനെ മൂവ് ചെയ്തു നമുക്ക് നോക്കണം. അതിനുശേഷം നമുക്ക് ഡെയിലി ഉള്ള അനാലിസിസിലേക്ക് കടക്കാം. ഇപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായി നിങ്ങൾക്ക് ഒരു കിട്ടുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ, ഈ നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു ആശാൻ. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ താഴേക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അവൻ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവൻ താഴേക്ക്, നിഫ്റ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ നോക്കിയാൽ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഭാഗത്ത് ഇവിടെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് തിരിച്ച്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് ഒരു കയറ്റവും കയറി. ഫ്രൈഡേ മോർണിംഗ് ഡൗൺവേർഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അവിടുന്ന് കയറി പ്ലസ്സിലായിരുന്നു. പിറ്റേ ദിവസം പ്ലസ്സിലേക്ക് ഓപ്പൺ ചെയ്ത് അവിടുന്ന് കയറി കുറച്ച് മുകളിലോട്ട് പോയതിനു ശേഷം പിന്നെ വന്ന് ഈ ലോവർ ലെവൽ സ്ട്രക്ചറിങ് കട്ട് ചെയ്ത് താഴേക്ക് വന്ന് ക്ലോസ് ചെയ്തു. അപ്പൊ നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി ഒരു സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് വീക്കിലി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് ഈ വീക്ക് സംഭവിച്ചത്. ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എപ്പോഴും ഓർത്തുള്ള, ന്യൂട്രൽ എക്സ്ട്രീംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇംബാലൻസ്ഡ് പ്രൊഫൈലാണ്. ഈ പ്രൊഫൈലിന്റെ താഴെ ലോവർ ലെവലിലേക്ക് മാർക്കറ്റ് പൊട്ടി പോവുകയാണെങ്കിൽ ഫ്രഷ് സെല്ലിങ്ങിലേക്ക് പോവാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വീക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്ന 24,832 ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്കിലി POC നിൽക്കുന്ന 25,050 ഭാഗത്താണ്, വീക്കിലി 45 ഭാഗത്താണ് വീക്കിലി POC നിൽക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഈ വന്ന 16 ജൂണിലെ വീക്കിന്റെ POC
ആയ 24,800 ഭാഗത്ത് സ്പോട്ടിന് ഒരു സപ്പോർട്ട്, 24,802 ഭാഗത്ത് സ്പോട്ടിന് ഒരു സപ്പോർട്ട് ഉണ്ട്. അതിന്റെ ഭാഗത്തേക്ക് സപ്പോർട്ട് എടുത്താണ് നമ്മളെ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ POC നമ്മൾ ടച്ച് ചെയ്തു ഇല്ല, 25,450 വരുമെന്ന് പ്രതീക്ഷിച്ചു, അത് വന്നില്ല. കാരണം ലോവർ ലെവൽ സ്ട്രക്ചർ പോയതിനു ശേഷം മാർക്കറ്റ് 25,300 അല്ലെങ്കിൽ 25,255 മുകളിൽ സ്പോട്ടിന് പോകാൻ പറ്റാത്തത് കൊണ്ട് താഴേക്ക് അടിച്ച് 16 ജൂണിന്റെ POCയുടെ ഭാഗത്തേക്ക് വന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കണം 24,800 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നല്ല മാരകമായ സെല്ലിംഗ് വരും. ആ സെല്ലിംഗ് എങ്ങോട്ട് കൊണ്ടുപോകാൻ നിഫ്റ്റിയെ? ഈ 24,614 എന്ന് പറഞ്ഞാൽ 24th മൺഡേ ജൂൺ സെക്കൻഡ് വീക്ക്, ജൂണിന്റെ ഫസ്റ്റ് വീക്കിൽ തുടങ്ങിയതിന്റെ POCയുടെ ഭാഗത്തേക്ക് വരാം. അതിന് താഴെ ഈ സിംഗിൾ പ്രിന്റ് ആയ 24,400 ഭാഗത്തേക്ക്, അതായത് 12th മെയിലെ ആ ഒരു ബിഗസ്റ്റ് ഡേ അറിയാലോ, ഹയസ്റ്റ് നിഫ്റ്റി അപ്പായ ദിവസമാണ് 2021 ശേഷം. അപ്പൊ ആ ദിവസത്തെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ 24,460 500 ഭാഗത്തുള്ള ബൈയിങ് ഉണ്ട്. ആ ഭാഗത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 24,800 നമ്മളെ സംബന്ധിച്ച് വീക്കിലി ഒരു വളരെ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. അത് പൊട്ടുകയാണെങ്കിൽ 24,764, 24,614 ഭാഗത്തേക്ക്, ഈവൻ 24,500 ഭാഗത്തേക്ക് നിഫ്റ്റിയെ കൊണ്ടുവരാനുള്ള ചാൻസ് വളരെയധികം സ്പോട്ട് മാർക്കറ്റിൽ കൂടുതലാണ്. ഇപ്പൊ ഈ വരാൻ പോകുന്ന വീക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വീക്കിലി നമ്മുടെ വാല്യൂ ഏരിയ അല്ലെങ്കിൽ പൊസിഷൻ നിൽക്കുന്ന 25,019നും 25,220 30 ഇടയ്ക്കുള്ള ഏരിയയിലാണ്. 220 എന്ന് പറഞ്ഞ ഏരിയയിലൊക്കെയാണ് വീക്കിലി വാല്യൂ ഏരിയ വന്നിരിക്കുന്നത്. സോ മാർക്കറ്റ് വാല്യൂ ഏരിയക്ക് താഴെ ക്ലോസ് ചെയ്തത് കൊണ്ട് 24,800 മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെങ്കിൽ എന്നെ സംബന്ധിച്ച് ഈ വീക്കിലി POC ആയ 25,050 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് പ്രത്യേകിച്ച് മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് പറഞ്ഞത്. കാരണം നമ്മൾ വീക്കിലി ഹയർ വാല്യൂ ഏരിയ ഫോർമേഷൻ ഹയറിലാണ്. വാല്യൂ ഏരിയ 25,220ലും 25,020 നിൽക്കുന്നതുകൊണ്ട് അതിന്റെ POC 2550 ഭാഗത്താണ്. സോ നമ്മൾ ക്ലോസ് ചെയ്ത് 24,832 ഭാഗത്തായതുകൊണ്ട് ഈ ഒരു വാല്യൂ ഏരിയ ഹയർ ഫോർമേഷൻ ഉള്ളതുകൊണ്ട് 24,800 എന്ന് പറഞ്ഞാൽ 16th ജൂണിൽ വന്ന ആ വീക്കിന്റെ POC സപ്പോർട്ട് ചെയ്യുമെങ്കിൽ അവൻ എന്ത് ചെയ്യും? തിരിച്ച് ഈ വാല്യൂ ഏരിയ ഹൈ ആയ 25,050 ഭാഗത്തേക്ക് സ്പോട്ട് മാർക്കറ്റ് റിവേഴ്സൽ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതാണ് ഞാൻ എൻ്റെ തമ്പനിയിൽ 25,050 വരുമെന്ന് ചോദിച്ചു പറഞ്ഞത്. അതേപോലെ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക റേഞ്ചാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഞാൻ ഈ POCകളെല്ലാം ഞാൻ ഒന്ന് മെർജ് ചെയ്ത് വയ്ക്കുകയാണ്. കാരണം മാർക്കറ്റ് ഒരേ റേഞ്ച് നിൽക്കുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ വാല്യൂ ഏരിയ ഫോർമേഷൻ വാല്യൂ ഏരിയ 57,000 ഭാഗത്താണ്, ആ ഒരു ഭാഗത്താണ് വാല്യൂ നിൽക്കുന്നത്. നമ്മൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി 54,500 എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടിന്റെ സോണിലാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. 56,500 ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഈ 56,232 എന്ന് പറഞ്ഞ ഈ ഒരു ലെവലിന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ ഈ ഒരു 16 ജൂണിൽ നമ്മൾ നിഫ്റ്റിയുടെ 24,800 സ്ഥാനത്ത് ഇവിടെ ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത് 55,736 എന്ന് പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, ഈ ഒരു സപ്പോർട്ടിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇല്ല നമ്മൾ ഈ 56,500 എന്ന് പറഞ്ഞൊരു ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ തിരിച്ച് ബാങ്ക് നിഫ്റ്റി ഈ 57,080 എന്ന് പറഞ്ഞ ഈ ഒരു 57,000 എന്ന് പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു എന്താണ് ഒരു വീക്കിലിയുടെ വ്യൂ. അതേ സമയത്ത് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മിഡ് ക്യാപ്പും ഒരു പക്ക ഒരു റേഞ്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം. മിഡ് ക്യാപ്പിന് ഒരു മാറ്റവും ഇല്ല. മിഡ് ക്യാപ്പ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഒരു പക്ക റേഞ്ച് നിൽക്കുകയാണ്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് അവനെ സംബന്ധിച്ചുള്ള സപ്പോർട്ടായി എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 12,900 എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിന്റെ സപ്പോർട്ടാണ്. മിഡ് ക്യാപ്പ് ഈ 12,900 പൊട്ടുകയാണെങ്കിൽ അവനെ 12,820 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ അവനെ സംബന്ധിച്ച് 12,743 അതിന് താഴെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 12,590 എന്ന് പറഞ്ഞ ഒരു ഏരിയയുടെ ഭാഗത്തേക്ക് മാക് വരാം. അപ്പം മിഡ് ക്യാപ്പിനും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇപ്പം മിഡ് ക്യാപ്പിനാണെങ്കിൽ 12,900, ബാങ്ക് നിഫ്റ്റിക്കാണെങ്കിൽ 56,500, നിഫ്റ്റിക്കാണെങ്കിൽ 24,800 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. അത് പൊട്ടുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ഫർദർ സെല്ലിങ്ങിലേക്ക് വരാം. ഡൗൺ എന്ന് ഞാൻ ചോദിച്ചൊരു ആരോ മാർക്കിന്റെ ആൻസർ ഈ ഒരു പറഞ്ഞൊരു കാര്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ഇനി നോക്കേണ്ടത് ഇപ്പം നമ്മൾ വീക്കിലി വ്യൂ എല്ലാം കഴിഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഡെയിലി ഉള്ള വ്യൂവിലേക്ക് പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് മിഡ് ക്യാപ്പ് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. പ്യൂർലി പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു മിഡ് ക്യാപ്പ് നിഫ്റ്റി. ഓപ്പൺ ചെയ്ത് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചൊരു ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് മാർക്കറ്റ് പോയി. POC ക്ലോസ് ചെയ്യുന്ന 12,000 വൃത്തിയായി പറഞ്ഞാൽ 12,945 ഭാഗത്താണ് POC നിൽക്കുന്നത്. നമ്മളെ ക്ലോസ് ചെയ്തിരിക്കണം 12,930 ഭാഗത്തും ക്ലോസ് ചെയ്തു. സോ നമുക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരയ്ക്കുന്ന സമയത്ത് ആദ്യം മിഡ് ക്യാപ്പ് നിഫ്റ്റി വരച്ചിട്ട് പറയാം.
മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പി ഒ സി നമുക്ക് എവിടെ എങ്ങോട്ട് വെച്ചിരിക്കുന്നു? മിഡ് ക്യാപ് നിഫ്റ്റി പി ഒ സി 12,945 ഭാഗത്താണ് പി ഒ സി. അപ്പൊ ഞാൻ ആദ്യം മിഡ് ക്യാപ് നിഫ്റ്റിയുടെ പി ഒ സി ഒന്ന് താഴേക്ക് കൊണ്ടുവരാം. 12,945 ഭാഗത്തേക്ക് പി ഒ സി ഞാനൊന്ന് 945 ഭാഗത്തേക്ക് പി ഒ സി വച്ചു. ഇനി നമ്മൾ ബേറിഷ് റഫറൻസ് എന്താണ്? 12,900 താഴെയാണ് എന്നെ സംബന്ധിച്ചുള്ള ബേറിഷ്. 12,900 12,900 മാർക്കറ്റ് ബാങ്ക് മിഡ് ക്യാപ് നിഫ്റ്റി സ്പോട്ട് പൊട്ടുകയാണെങ്കിൽ സെല്ലിംഗ് വരും. ആ സെല്ലിംഗ് വന്നാൽ എങ്ങോട്ട് പോവാം? അതിന്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 12,900 പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,000 എന്നെ സംബന്ധിച്ച് ഈ ഒരു വാല്യൂ ഏരിയ ലോ ആയ 12,784 ഭാഗത്തേക്ക് വരാം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ S1 എന്ന് പറയുന്നത് 12,784 12,784 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. സോ അത് കൃത്യമായിട്ട് പറയാം. ഇടയ്ക്കൊരു അല്ല ഈ കൃത്യമായി പറയുകയാണെങ്കിൽ 12,845 ഭാഗത്തേക്ക്, അതായത് S1 എന്ന് പറയുമ്പോൾ 12,000 ഞാൻ നേരത്തെ വീക്കിലിയുടെ റിവ്യൂ വരുമ്പോൾ 12,840 ഭാഗത്തേക്ക് വരാം. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ S2 എന്ന് പറയുമ്പോൾ അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 12,785 12,784 784 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കണം മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ബൈയിങ് ഏരിയ. ബൈയിങ് എന്ന് പറയുമ്പോൾ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ 13,000 താഴെ 13,000 ഈ സി പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റിന് ശേഷം ഈ 13,000 മുകളിലാണെങ്കിൽ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ബൈയിങ്ങിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാം. ആ ബൈയിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ സി സൈഡിൽ വന്ന 13,072 ഭാഗത്തേക്ക് 6 എന്ന് പറയുമ്പോൾ 13,072 1372 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാം. അതിന് മുകളിൽ മിഡ് ക്യാപ് നിഫ്റ്റി ഇന്നലത്തെ പി ഒ സി ആയ അതേ വേഗത്തെ പി ഒ സി ആയ 12,132 ഭാഗത്തേക്ക് പോകാം. 12,138 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി 12,138 ഭാഗത്തേക്ക് 13,138 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ. 12,900 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്ന് 12,740 12,784 ഭാഗത്തേക്ക് വരാം. 13,000 പൊട്ടുകയാണെങ്കിൽ 13,072 13,132 ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി. ഇപ്പൊ ബാങ്ക് നിഫ്റ്റി നമ്മുടെ ബെയറിഷ് റഫറൻസ് എല്ലാം പൊട്ടി S1 S2 അടിച്ച് കിടിലൻ ട്രേഡ് കിട്ടിയ ദിവസമായിരുന്നു കഴിഞ്ഞ ആഴ്ച കിടന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു പ്യൂർ ഒരു ട്രെൻഡ് ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി വന്നിരിക്കുന്നത്. ഓപ്പൺ ചെയ്യുക അവിടെ നിന്ന് അടിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് ലോവസ്റ്റ് പാർട്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പി ഒ സി ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് പി ഒ സി 56,554 ഭാഗത്താണ് പി ഒ സി നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം പി ഒ സി മാറ്റാം. 56,554 പി ഒ സി. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് ബാങ്ക് നിഫ്റ്റിക്ക്. ഇനി എന്നെ സംബന്ധിച്ച് ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ കൃത്യം പറയുകയാണെങ്കിൽ ഇന്നലത്തെ ലോ ആയ 400 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ സെല്ല് എടുക്കുള്ളൂ. അപ്പം ബെയറിഷ് റഫറൻസ് എങ്ങോട്ട് മാറണം? ബാങ്ക് നിഫ്റ്റിക്ക് 56,400 ഭാഗത്ത് 56,400 ഭാഗത്തേക്ക് ഞാൻ ബെയറിഷ് റഫറൻസ് കൊണ്ടുവന്നു. അത് പൊട്ടിയാൽ ഞാൻ താഴേക്ക് സെല്ലിംഗ് എടുക്കും. താഴേക്ക് സെല്ലിംഗ് എടുക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും നോക്കണമല്ലോ. ഫസ്റ്റ് ടാർഗറ്റ് 56,736 എന്ന് പറഞ്ഞ ഈ ഒരു വാല്യൂ ഏരിയ ലോന്റെ ഭാഗത്തേക്ക് പോകും. S1 എന്ന് പറഞ്ഞാൽ 56,236 56,236 ഭാഗത്തേക്ക് വരാം. ഇതാണ് S1. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞാൽ അത് താഴെ പോകുകയാണെങ്കിൽ അടുത്ത വരുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ പി ഒ സി 55,949 എന്ന് പറഞ്ഞാൽ ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് പഴയ ഒരു പി ഒ സി ആണ്. ആ പി ഒ സിയുടെ ഭാഗത്തേക്ക് 55,949 എന്ന് പറഞ്ഞാൽ ഈ ഒരു പി ഒ സിയുടെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാൻ. ചുരുക്കി പറഞ്ഞാൽ 56,400 പൊട്ടുകയാണെങ്കിൽ 56,236 55,949 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ബുള്ളിഷ് റഫറൻസ്. എന്നെ സംബന്ധിച്ച് ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ 56,700 മുകളിൽ 721 മുകളിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ബുള്ളിഷ് ആണ്. 56,721 മുകളിൽ ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്ന ഒരു ബുള്ളിഷ് റഫറൻസ് ആക്ട് ചെയ്യും. ആ ബുള്ളിഷ് റഫറൻസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് എങ്ങോട്ട് പോവാം? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഈ സി സൈഡിൽ അല്ലെങ്കിൽ സിയുടെ ഒരു സിംഗിൾ പ്രിന്റ് അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ 56,850 ഭാഗത്തേക്ക് ആ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു പോവാം. 56,850 തൊട്ടടുത്താണ്. 56,850 ഭാഗത്തേക്ക് R1 പോവാനുള്ള ചാൻസ് ഉണ്ട്. അതിന് മുകളിൽ കൃത്യമായി പറയുകയാണെങ്കിൽ 57,061 എന്നാണ് ഈ പി ഒ സിയുടെ ഭാഗത്തേക്ക് സെക്കൻഡ് പഴയൊരു പി ഒ സി ആണ്. 57 അവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. 57,069 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 56,721 പൊട്ടുകയാണെങ്കിൽ 56,850 57,069 ഭാഗത്തേക്ക് പോവാം. 56,400 പൊട്ടുകയാണെങ്കിൽ 56,236 55,949 ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ്.
നമുക്കിനി നോക്കുകയാണ് നിഫ്റ്റിയുടെ ലെവൽ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഓർത്തുകൊള്ളുക. നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. ട്രെൻഡ് ഡേയുടെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അത് ഫെയിലർ ആയിട്ട് വാല്യൂലേക്ക് തന്നെ ഒന്ന് ക്ലോസ് ചെയ്തു. POC 24,859 ഭാഗത്താണ് നിൽക്കുന്നത്. സോ ആദ്യം ഞാനൊന്ന് മാർക്ക് ചെയ്യാൻ പോകുന്നത് 24,859 എന്ന് പറഞ്ഞ POC 24,859 എന്ന് പറഞ്ഞ POC ഞാനൊന്ന് മാർക്ക് ചെയ്തു. ഇനി എന്നെ സംബന്ധിച്ചുള്ള ബെയറിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ അത് ഞാൻ നോക്കേണ്ട 24 ഇനി അടുത്ത എവിടെ ബെയറി 24,859 ആണ് നമ്മളെ 24,859 ആണ് നമ്മൾ POC. അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നോക്കണം എൻ്റെ ബെയറിഷ് റഫറൻസ് നമ്മൾ 24,800 പൊട്ടിയാൽ മാത്രമേ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുകയാണ്. 24,800 വീക്കിലി POC ആണ് 16 ജൂൺ 24,800 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുള്ളൂ. ആ സെല്ലിംഗ് എങ്ങോട്ട് പോകും നോക്കണം. ആ സെല്ലിംഗ് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് 24 എത്രയാണ് 24,000 കൃത്യം പറഞ്ഞാൽ ഈ ക്ലോസിംഗ് പ്രൈസ് ആയ 24,750 മുകളിൽ ഫസ്റ്റ് S1 എന്ന് പറയുമ്പോൾ 24,749 24,749 ഭാഗത്തേക്ക് 24,749 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് S1 അവിടെയാണ്. അത് പൊട്ടുകയാണെങ്കിൽ അതിന് താഴെ അടുത്ത വരുന്നത് ഈ POC, അതായത് 13 ജൂണിന്റെ POC ആയ 24,680. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,680 24,680 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് ചുരുക്കി പറഞ്ഞാൽ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ വീക്ക്ലിയുടെ വ്യൂ പറഞ്ഞത് നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച ലോവർ ലെവൽ സ്ട്രക്ചർ പൊട്ടിയിട്ടില്ലെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി നമ്മുടെ POCകളൊക്കെ ടച്ച് ചെയ്യുക, അതായത് കഴിഞ്ഞ വീക്കിന്റെ POC ടച്ച് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു വീക്ക്ലി വ്യൂ ആദ്യം കേട്ട് അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഇതൊരു ഡെയിലി വ്യൂ ആണ്. ഡെയിലി വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് എടുക്കുക, അന്നത്തെ കാര്യം കഴിയുക, കഞ്ഞി കുടിക്കുക, പോവുക. അത് മാത്രമേ നമ്മൾ നോക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലുള്ള കാര്യങ്ങളൊന്നും നോക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇനി നമുക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ എങ്ങോട്ട് ബൈയിങ് എടുക്കും? പിന്നെ ബൈയിങ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബൈയിങ് എടുക്കേണ്ടത് വ്യക്തമായിട്ട് പറഞ്ഞാൽ 24,940 മുകളിൽ മാത്രമേ ഒരു ബൈയിങ് എടുക്കാൻ പറ്റുള്ളൂ. ഇനി 24,940 ഭാഗത്താണ് സെല്ലിങ് വന്നത്. സോ ഈ 24 എത്രയാണ് 24,940 നമ്മളെ ക്ലോസിങ്ങിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ 24,940 മുകളിൽ മാത്രം സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഒരു ബൈയിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ ബൈയിങ് വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ 25,020 ഇന്നലത്തെ ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. 25,090 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,020 25,020 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. അതിന് മുകളിൽ അടുത്തത് ഈ POC കഴിഞ്ഞ വ്യാഴത്തെ POC 25,070 25,070 ഇതിന്റെ ഭാഗത്തേക്ക് വരാം. ഈ 25,070 പൊട്ടുകയാണെങ്കിൽ മാത്രം വേണമെങ്കിൽ നമുക്കൊരു R3 എടുക്കാം. അതെങ്ങോട്ട് പോവാം? 25,140 എന്ന് പറഞ്ഞ ഈ ഒരു സിംഗിൾ പ്രിന്റ് ഈ പീരീഡിൽ വന്ന സിംഗിൾ പ്രിന്റ് 25,120 ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 24,940 പൊട്ടുകയാണെങ്കിൽ നമ്മൾ വീണ്ടും പഴയ വീങ്ങി പുതിയ കുപ്പിൽ നിന്ന് പറഞ്ഞാൽ വീണ്ടും റിവേഴ്സ് ചെയ്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതെല്ലാം ഞാൻ ആദ്യം എൻ്റെ വീക്ക്ലി വ്യൂ പറഞ്ഞു. ആദ്യം നമ്മൾ ഞാനെന്ത് പറഞ്ഞു ഈ ആഴ്ച വരാൻ പോകുന്ന ന്യൂസുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം എൻ്റെ വീക്ക്ലിയുടെ ഒരു വ്യൂ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഡെയിലിയുള്ള തിങ്കളാഴ്ചത്തേക്കുള്ള നിങ്ങളെ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടിയുള്ള വ്യൂവും പറഞ്ഞു. ഇത് വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക, അത് ട്രേഡ് ചെയ്യുക, ലെവൽ യൂസ് ചെയ്യുക, പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരും വീഡിയോ കാണണേ. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും കൂടാതെ വ്യൂവും വളരെ കുറവാണ്. ദയവ് ചെയ്ത് വ്യൂ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊടുക്കുന്ന കാര്യം പ്രയോജനപ്പെടുന്നു വളരെയധികം വിശ്വാസമുണ്ട്. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, സാറേ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടി. അതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. സോ നിങ്ങളത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. നാളെ പുതിയൊരു എന്താണ് കോട്ടിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നാളെ നമ്മുടെ ട്രെയിനിങ് ലൈബ്രറി നമ്മുടെ ലൈബ്രറിയിലേക്ക് ആഡ് ആവുന്നുണ്ട്. സോ അത് ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പം എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ആൻഡ് ടേക്ക് കെയർ. ബൈ ബൈ.